ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ പറയുമ്പോൾ പറ്റാവുന്നതാണെങ്കിൽ നടത്തി തരുന്ന ഒരു അച്ഛൻ്റെയും അമ്മേരെയും മകളായിട്ടാണ് ജനിച്ചു വന്നിട്ടുള്ളത് കേട്ടോ. വലുതായിട്ട് അവരെന്തെങ്കിലും ഒരു ആഗ്രഹം പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് നടത്തി തരുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്ന ഒരു പ്രസന്നത, ഹൗ അത് വേറെ ലെവലാണ്. ഒരു കണ്ണാട മേടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. കുറേ നാളായി ഈ കണ്ണാട തന്നെ. അപ്പോൾ ഒത്തിരി ഭംഗി, ഒത്തിരി കൂടി നല്ല വേറെ സൈസ് ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കിട്ടിയെങ്കിൽ വാങ്ങി. കുറച്ച് നാളായി അമ്മ പറയണു കേട്ടോ ഒരു കണ്ണട വേണമെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മുടെ സതീശൻ ചേട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ കണ്ണട മേടിക്കാൻ പോവാണ്. ചേച്ചിക്കും വേണ്ടി കരുതി വെച്ച ഐസ്ക്രീമുകൾ ശ്രീകുട്ടൻ്റെ പങ്കിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് പാട്ടുരായ്ക്കലുള്ള ഒരു ഷോപ്പിലാണ്. നമ്മുടെ റൗണ്ടൊക്കെ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തിയപ്പോൾ അമ്മയ്ക്ക് ഫ്രെയിംലെസ് ആയിട്ടുള്ള കണ്ണാടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഫ്രെയിംലെസ് ആയിട്ടുള്ള കണ്ണാടി അമ്മ നോക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരുപാട് കണ്ണടകൾ മാറി മാറി വെച്ച് നോക്കി കേട്ടോ. ഈ കൂളിംഗ് ഗ്ലാസ് വിൽക്കാനായിട്ട് പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് കൂളിംഗ് ഗ്ലാസ്സുകൾ ഉപയോഗിച്ച് തുടങ്ങി. അതിൽ കിടിലൻ ഐറ്റംസ് കുറേ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബ്ലാക്കും അതുപോലെ തന്നെ ആ യെല്ലോവും അടിപൊളിയായിരുന്നു അല്ലേ. അമ്മയും ചേച്ചിയും ഞാനും കുഞ്ഞിനും കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഔട്ടിങ് പതിവാണ് കേട്ടോ. അമ്മ വരാറില്ലെങ്കിലും ഞങ്ങൾ മൂന്നാളുള്ള ഔട്ടിങ് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. ശ്രീകുട്ടൻ പിന്നെ അതിൻ്റെ ഇടയിൽ കുത്തിക്കയറി അങ്ങ് വരുന്നു മാത്രം. ഈ റോന്ത് ചുറ്റി നടന്ന് പുത്തമ്പള്ളിയുടെ അവിടെ നിന്നും അതുപോലെ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിൽ നിന്നൊക്കെ കുറേ സംഭവങ്ങളൊക്കെ മേടിച്ച് ഒരു ഫുഡ് അടിച്ച് അങ്ങോട്ട് മടങ്ങുക. എനിക്ക് യാത്രകളോട് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എൻ്റെ വൈബിനനുസരിച്ചിട്ടുള്ള ഒരാൾ ഈ കൂട്ടത്തിലില്ല കേട്ടോ. പിന്നെ ഇത്തിരിയെങ്കിലൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ കുഞ്ഞനാണ്. പക്ഷേ പുള്ളിക്ക് കുറേ നേരം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ദൂരെ തലവേദന എടുക്കും. അപ്പോൾ ഞങ്ങൾ പുത്തമ്പള്ളിയുടെ അവിടെയുള്ള ഇതുപോലത്തെ ഷോപ്പുകളൊക്കെ സന്ദർശിച്ച് പതുക്കെ മാസത്തിലൊരിക്കലൊക്കെ വീട്ടിലേക്ക് മടങ്ങലാണ് പതിവ്. ഇന്നിപ്പോൾ ഇവിടെ കയറി ഒരുപാട് നമ്മുടെ ക്രിസ്മസ് ഐറ്റംസ് കണ്ടായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബാണ്. പക്ഷെ നമുക്ക് വേണ്ടിയിരുന്നത് അതല്ല കേട്ടോ. ഈ ഇടയ്ക്ക് അമ്മ നമ്മുടെ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് അടിപൊളി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്, മണ്ണമ്പറ്റത്തെ വീട്. അപ്പോൾ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വേണമെന്ന് പറഞ്ഞു. അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുത്തമ്പള്ളിയുടെ ഇടയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അമ്മയച്ഛനും ചേച്ചിയുടെ അടുത്ത് എൻ്റെ അടുത്തൊക്കെ ആയിട്ട് നിൽക്കുന്ന കാരണം കൊണ്ടേ വീടിൻ്റെ ഉള്ളിൽ ലൈഫ് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതാണ് കേട്ടോ ഈ ഇങ്ങനത്തെ ഫ്ലവർ മേടിച്ച് വീടിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് കാരണം. നമ്മളിങ്ങനെ പുറം രാജ്യത്തുള്ള ഏതൊരു സ്ട്രീറ്റിൽ വന്ന പ്രതീതിയായിരുന്നു ഇവിടെ. ഈ ചെമ്പരത്തിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ ഒറിജിനലാണെന്ന് തോന്നും, അത്രയും ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഈ പാനയും അതുപോലെ തന്നെ ബാമ്പും പിന്നെ മോൺസ്റ്റർ പ്ലാന്റ് ഒക്കെ ഇരിക്കണില്ലേ വലുത് വലുത്, അതൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ചെടികൾ മാത്രമല്ല ഇവിടെ 80 രൂപ വരെ ഒരു പോട്ടാണ് ചേച്ചിയുടെ കയ്യിലിരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നല്ല ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവറുകളും അതോടൊപ്പം തന്നെ നമുക്ക് ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന ഇലകൾ അടങ്ങുന്നത് കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ട്യൂലിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് അങ്ങനെയല്ല എന്നുള്ളത്. എന്നാൽ കൂടി ഒരു ഭംഗിക്ക് എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യണമെങ്കിൽ ആർട്ടിഫിഷ്യലാണ് നല്ലത്, മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ലേ. തൊട്ടപ്പുറത്തുള്ള അക്ഷയയിൽ കയറി ഒരു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ആ സായാഹ്നം അതിമനോഹരമാക്കിയിട്ടാണ് ഞങ്ങൾ മടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ.